ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് കസ്റ്റം ഓഡിയൻസിനെ കുറിച്ചും ലുക്ക് ലൈക്ക് ഓഡിയൻസിനെ കുറിച്ചുമാണ്. ഇത് നമ്മൾ റീടാർഗറ്റിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഓപ്ഷനാണ്. അതായത് വൺസ് നമ്മളായിട്ട് ഏതെങ്കിലും രീതിയിൽ ഇന്ററാക്ട് ചെയ്ത കസ്റ്റമേഴ്സിനെ നമ്മൾ വീണ്ടും വീണ്ടും നമ്മൾ പരസ്യം കാണിക്കുന്ന ഒരു ഓപ്ഷനെയാണ് റീടാർഗറ്റിംഗ് എന്ന് പറയുന്നത്. ഇപ്പം വൺസ് നമ്മളെ പോസ്റ്റ് ലൈക്ക് ചെയ്യോ, അല്ലെങ്കിൽ നമ്മൾ കൊടുത്തൊരു ലീഡിന് സബ്മിറ്റ് ചെയ്യോ, അല്ലെങ്കിൽ നമ്മളെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യോ, അങ്ങനെ ഏതെങ്കിലും ഒരു രീതിയിൽ നമ്മളായിട്ട് ഇന്ററാക്ട് ചെയ്ത കസ്റ്റമേഴ്സിന്റെ ഡാറ്റ വെച്ചിട്ട് നമ്മൾ അവരെ വീണ്ടും വീണ്ടും പരസ്യം കാണിക്കുന്ന ഒരു ഓപ്ഷനെയാണ് റീടാർഗറ്റിംഗ് എന്ന് പറയുന്നത്. വീണ്ടും വീണ്ടും ടാർഗറ്റ് ചെയ്യുക, അതാണ് റീടാർഗറ്റിംഗ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു ഓപ്ഷൻ എവിടെയാ വരുന്നത്? നമ്മൾ നോർമൽ കേസിൽ നമ്മൾ എവിടെയാണ് നമ്മളെ ഇൻട്രസ്റ്റ്, അതുപോലെ തന്നെ ഏജ്, ജെൻഡർ ഒക്കെ കൊടുത്തിട്ട് നമ്മൾ ഡീറ്റെയിൽ ടാർഗറ്റ് കൊടുത്തിട്ട് നമ്മൾ ഓഡിയൻസിനെ സെറ്റ് ചെയ്യുന്നത്. ഈ ഓഡിയൻസിന്റെ ഇവിടെ സൈഡിലായിട്ട് ഇവിടെ ക്രിയേറ്റ് ന്യൂ എന്ന് പറഞ്ഞിട്ട് ഒരു ഡ്രോപ്പ് ഡൗൺ കാണാം. ഇതിലാണ് നിങ്ങൾക്ക് കസ്റ്റം ഓഡിയൻസ് അതുപോലെ ലുക്ക് ലൈക്ക് ഓഡിയൻസ് എന്ന് പറഞ്ഞ രണ്ട് ഓപ്ഷൻസ് കാണുന്നത്. ഇതിൽ കസ്റ്റം ഓഡിയൻസ് എന്ന് പറയുന്നത് നമ്മൾ പേജിൽ അല്ലെങ്കിൽ നമ്മളുമായിട്ട് ഓൾറെഡി ഇന്ററാക്ട് ചെയ്ത കസ്റ്റമേഴ്സിനെ മാത്രമായിട്ട് പരസ്യം കാണിക്കാം. ഇപ്പം ഓൾറെഡി നിങ്ങളെ കയ്യിൽ നിന്ന് പ്രൊഡക്റ്റ് വാങ്ങിയ കസ്റ്റമേഴ്സ് ഉണ്ട്, അവരുടെ ഡാറ്റാബേസ് ഉണ്ടാവും. അത് അപ്ലോഡ് ചെയ്തുകൊണ്ട് ആ കസ്റ്റമേഴ്സിനെ മാത്രമായിട്ട് നിങ്ങൾക്ക് നിങ്ങൾ പുതിയൊരു ഓഫറോ കാര്യങ്ങളോ എന്തെങ്കിലും കാണിച്ചിട്ട് നിങ്ങൾക്ക് പരസ്യം ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്യോ, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഇന്ററാക്ട് ചെയ്യോ, അല്ലെങ്കിൽ നിങ്ങൾ കൊടുത്തൊരു ലീഡ് ഫോമിന് സബ്മിറ്റ് ചെയ്യോ, മുമ്പ് എപ്പോഴെങ്കിലും സബ്മിറ്റ് ചെയ്യോ ചെയ്ത കസ്റ്റമേഴ്സിന്, അല്ലെങ്കിൽ നിങ്ങൾ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യോ ചെയ്ത കസ്റ്റമേഴ്സിന് എന്ത് ചെയ്യുക, വീണ്ടും പരസ്യം കാണിച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളെ പുതിയ പ്രൊഡക്റ്റുകളോ കാര്യങ്ങളോ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യിപ്പിക്കാൻ പറ്റും. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ കസ്റ്റം ഓഡിയൻസ് ഉപയോഗിക്കുന്നത്. എന്നാൽ ലുക്ക് ലൈക്ക് ഓഡിയൻസ് എന്ന് പറയുന്നത് നമ്മളൊരു ഡാറ്റ കൊടുത്തിട്ട് ആ ഡാറ്റയിലുള്ള കസ്റ്റമേഴ്സിന്റെ അതേ ബിഹേവിയർ, അതേ ഇൻട്രസ്റ്റ് ഉള്ള പുതിയ കസ്റ്റമേഴ്സിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലുക്ക് ലൈക്ക് ഓഡിയൻസ് കൊടുക്കുന്നത്. അതായത് നിങ്ങളിപ്പോൾ ഒരു ഡാറ്റാബേസ് കൊടുക്കുന്നു, ഒരു 1000 പേരെ ഒരു ഡാറ്റാബേസ് കൊടുത്തിട്ട് ഫേസ്ബുക്കിനോട് പറയാണ്, എനിക്ക് ഇതേപോലുള്ള ഇതേ ഇൻട്രസ്റ്റ് ഉള്ള ഇതേ ബിഹേവിയർ ഉള്ള കസ്റ്റമേഴ്സിനെ, പുതിയ കസ്റ്റമേഴ്സിനെ എനിക്ക് കണ്ടെത്തി തരണം. കാരണം ഇതാണ് എൻ്റെ ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള ഏറ്റവും നല്ല കസ്റ്റമേഴ്സ്. അപ്പൊ ഫേസ്ബുക്കിന്റെ ബോട്ട് എന്ത് ചെയ്യും, ഇവർ തമ്മിൽ സിമിലാരിറ്റിയും കാര്യങ്ങളും എല്ലാം ചെക്ക് ചെയ്തിട്ട് ഇതേപോലുള്ള കസ്റ്റമേഴ്സിനെ നിങ്ങൾക്ക് കണ്ടെത്തി തരും. അപ്പൊ ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ രണ്ട് ഓപ്ഷൻ ഉപയോഗിക്കുന്നത്. ഇതിൽ ലുക്ക് ലൈക്ക് ഓഡിയൻസ് എങ്ങനെ ഉപയോഗിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ലുക്ക് ലൈക്ക് ഓഡിയൻസിൽ നിങ്ങൾ ചെയ്യേണ്ട ഫസ്റ്റ് കാര്യം, ഈ ഇവിടെ വരുന്ന ഈ ഒരു ഓപ്ഷൻ 0, 1%, 2% നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് 1%-ൽ വെക്കുക എന്നുള്ളതാണ് നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടത്. അതിന്റെ റീസൺ എന്താന്ന് പറഞ്ഞാൽ, നമ്മൾ കൊടുക്കുന്ന ഒരു ഡാറ്റയുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആൾക്കാരാണ് നമ്മളെ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പോൾ ഒരു ഡാറ്റാബേസ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഡാറ്റാബേസിലുള്ള അതേ സ്വഭാവമുള്ള, അതിനുമായിട്ട് ഏറ്റവും സിമിലർ ആയിട്ടുള്ള സ്വഭാവമുള്ള ആൾക്കാരാണ് നമുക്ക് വേണ്ടത്. അപ്പം എപ്പോഴും 1% ഏറ്റവും അടുത്ത് ഏറ്റവും സിമിലർ ആയിട്ട് നിൽക്കുന്ന കസ്റ്റമേഴ്സിനെയാണ് നമുക്ക് വേണ്ടത്. അപ്പൊ അത് എപ്പോഴും 1%-ൽ കൂടാതെ എപ്പോഴും 1% തന്നെ വെക്കുക. 0, 1% ആ രീതിയിൽ തന്നെ വെക്കുക. ഒരിക്കലും അത് ഇൻക്രീസ് ചെയ്ത് വെക്കരുത്. അതിനുശേഷം നമ്മൾ ഇവിടെ ക്രിയേറ്റ് എന്നുള്ള ന്യൂ സോഴ്സ് എന്നുള്ള കൊടുത്തിട്ട് കസ്റ്റം ഓഡിയൻസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. കസ്റ്റം ഓഡിയൻസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ വെബ്സൈറ്റിൽ നിങ്ങൾ വിസിറ്റ് ചെയ്ത ആൾക്കാരെ നിങ്ങൾക്ക് കാണാൻ പറ്റും. കസ്റ്റമർ ലിസ്റ്റ്, നിങ്ങൾ ഒരു കസ്റ്റമർ ലിസ്റ്റ് അപ്ലോഡ് ചെയ്യാൻ പറ്റും. ആപ്പ് ആക്ടിവിറ്റി, ഓഫ്ലൈൻ ആക്ടിവിറ്റി, വീഡിയോ വ്യൂസ്, ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ വിസിറ്റ് ചെയ്ത ആൾക്കാർ, ഫേസ്ബുക്ക് പേജിൽ ഇന്ററാക്ട് ചെയ്ത ആൾക്കാർ, ലീഡ് ഫോം, ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതിൽ നിങ്ങൾക്ക് ഓരോ ഓപ്ഷൻസും നിങ്ങൾക്ക് ഏത് ഓപ്ഷൻ വെച്ചിട്ടാണോ അവരെ റീടാർഗറ്റ് ചെയ്യേണ്ടത് ആ ഓപ്ഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് റീടാർഗറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ഡൗട്ട്സ് ഞാൻ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നായിരുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, നിങ്ങളെ കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.